ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അടക്കിവാണ ചക്രവർത്തിമാരുടെ നിരവധി വീരകഥകൾ നാം കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടും അലക്സാണ്ടർ ദ ഗ്രേറ്റും ചെങ്കിസ് ഖാനും തുടങ്ങി നമ്മുടെ അശോക ചക്രവർത്തിയുമൊക്കെ സാമ്രാജ്യങ്ങളുടെ ബാഹുല്യം കൊണ്ട് പ്രശസ്തരായവർ കൂടിയാണ്. ഇക്കാലത്ത് ഇനി അതൊന്നും സാധ്യമാണെന്ന് തോന്നുന്നില്ല അല്ലേ? എന്നാൽ ഒരു നഗരം മുഴുവൻ സ്വന്തമായുള്ള ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ആ നഗരത്തിൽ പക്ഷേ അയാളെ കൂടാതെ മറ്റൊരു മനുഷ്യനുമില്ല എന്നതാണ് അതിലും അതിശയകരം. കേട്ടിട്ട് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവം സത്യമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവർക്കും ഒരുപക്ഷെ വിശ്വാസം വരില്ലായിരിക്കാം. അതുകൊണ്ട് ഏതാനും വെബ്സൈറ്റ് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണ്. സംശയമുള്ളവർ പരിശോധിക്കുക. യുഎസിലെ നെബ്രാസ്കയിലുള്ള മൊണോവി എന്ന നഗരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരാൾ മാത്രം താമസമുള്ള ലോകത്തിലെ ഒരേയൊരു പട്ടണമാണ് മൊണോവി. 2010 സെൻസസ് അനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ 1 ആയിരുന്നു. 2010 മാത്രമല്ല കേട്ടോ, 2020 ഈ വ്യക്തിയല്ലാതെ വേറൊരാളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കില്ല. 2010 ഇയാൾ പ്രശസ്തനാവാൻ തുടങ്ങിയത്. ഇവിടുത്തെ മേയറും ലൈബ്രറിയനും ബാർ ടെൻഡറുമെല്ലാം ഒരാളാണ്. താൻ തന്നെ അപേക്ഷിച്ച ബാർ ലൈസൻസ് സ്വയം അനുവദിക്കുന്നതും താൻ തന്നെ അടയ്ക്കുന്ന സ്വന്തം വീട്ടുനികുതി സ്വീകരിക്കുന്നതുമെല്ലാം ഇവരാണ്. പറഞ്ഞു വരുന്നത് ഒരു വൃദ്ധയെക്കുറിച്ചാണ്. എൽസി എല്ലർ എന്ന 86-കാരിയാണ് ഈ അപൂർവ ബഹുമതിക്ക് ഉടമയായ ലോകത്തിലെ ഏക വ്യക്തി. ഭർത്താവ് റൂഡിയുടെ മരണത്തിന് ശേഷം 2004 എല്ലർ മൊണോവിയുടെ ഏക താമസക്കാരിയായി മാറിയത്. പിന്നീടുള്ള 13 വർഷത്തിനിടയിൽ എല്ലർ രാജ്യാന്തര മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് മറ്റാരും വരുന്നില്ലെന്ന് കരുതരുത്. ആളുകൾ വരും, പക്ഷേ നഗരത്തിലെ ഒരേയൊരു രാജ്ഞി അവരാണ്. മറ്റാരും അവിടെ താമസിക്കാറില്ല. എൽസിയുടെ മദ്യഷോപ്പിൽ നിന്നും അല്പം മദ്യം നുണയാനാണ് പലരും ഇവിടേക്ക് വരുന്നത്. ആ കഥ പറയാം. നെബ്രാസ്ക സ്വദേശിയായിരുന്നു എൽസി എല്ലറുടെ അമ്മ. അച്ഛനാകട്ടെ ജർമ്മനിയിൽ നിന്ന് കുടിയേറി വന്നവരായിരുന്നു. അവർ വളർന്നത് പക്ഷേ മൊണോവിയിലായിരുന്നില്ല. നെബ്രാസ്കയിലെ ഒരു പ്രദേശമാണ് ഒരാൾ മാത്രമുള്ള ഈ മൊണോവി എന്ന് പറയുന്നത്. ഈ മൊണോവി എന്ന നഗരം. നഗരത്തിന് പുറത്തുള്ള ഒരു കൃഷിയിടത്തിലായിരുന്നു അവർ വളർന്നത്. 7.5 മൈൽ അകലെയുള്ള ലിഞ്ചിലെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം കൻസാസ് സിറ്റിയിലെ എയർലൈൻ സ്കൂളിൽ എൽസി ചേർന്നു. തുടർന്ന് ഓസ്റ്റിനിലും ഡാളസിലും റിസർവേഷൻ ഓഫീസറായി ജോലി ചെയ്തു. തൻ്റെ 19-ാം വയസ്സിൽ ചെറുപ്പത്തിലെ സ്കൂൾ സുഹൃത്തായ റൂഡി എന്ന വ്യക്തിയെ അവർ വിവാഹം കഴിച്ചു. റൂഡിയും ചില്ലറക്കാരനായിരുന്നില്ല. കൊറിയൻ യുദ്ധ സമയത്ത് വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു റൂഡി. വിവാഹശേഷം കുറച്ചു കാലം ഒമാഹയിലായിരുന്നു ഇരുവരും താമസം. തുടർന്ന് മൊണോവിയിൽ സ്ഥിരതാമസം ആരംഭിച്ച അവർ 1975 അവിടെയൊരു മദ്യശാല തുടങ്ങി. ഇന്നും തുറന്നു പ്രവർത്തിക്കുന്ന ഈ ബാറിലെ ഏക മുഴുവൻ സമയ ജീവനക്കാരിയും അതിൻ്റെ ഉടമയുമൊക്കെ എല്ലർ മാത്രമാണ്. തിരക്ക് കൂടുതലുള്ള സമയങ്ങളിൽ മാത്രം അധിക ആളുകൾ ജോലിക്കുണ്ടാകും. ആവശ്യ സമയത്ത് ഇവിടെ എത്തുന്ന ആളുകളും എല്ലർക്ക് ഒരു കൈസഹായം നൽകാൻ മടിക്കാറില്ല. മറ്റ് പ്രദേശങ്ങളിൽ എന്ന പോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആശ്രയിക്കാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ പരിചയക്കാരാണ് എൽസി എല്ലർക്ക് ഏക തുണ. ആ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. 1902 എൽഗോൺ മിസൗറി വാലി റെയിൽ റോഡിനു വേണ്ടിയാണ് മൊണോവി എന്ന സ്ഥലം വിഭാവനം ചെയ്തത്. 1930-കളിൽ 150ഓളം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. ജോലിക്കും പഠനത്തിനും മികച്ച അവസരങ്ങളും മറ്റുമായി ഇവരുടെ പുതുതലമുറ ഇവിടം വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു അത്രേ. ഒരു കാലത്ത് കന്നുകാലി വ്യവസായം പച്ച പിടിച്ചു വന്ന നഗരമായിരുന്നു മൊണോവി എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ കൂടുതൽ മനുഷ്യവാസമില്ലാതെ അതൊക്കെ തളരുന്ന കാഴ്ചയാണ് ആ നഗരം പിന്നീട് കണ്ടത്. 1980ഓടെ ഇവിടുത്തെ ജനസംഖ്യ വെറും 18ആയി കുറഞ്ഞു. എല്ലറുടെ സ്വന്തം മകനും മകളും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ തൊഴിലവസരങ്ങൾ തേടി നാടുവിടുന്നത് ഈ സമയത്താണ്. ഐവയിലുള്ള സിയോക് സിറ്റിയിൽ കുടുംബമായി താമസിക്കുകയാണിവർ. കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഒപ്പമില്ലെങ്കിലും എല്ലർക്ക് പരാതിയൊന്നുമില്ല. ഈ പ്രായത്തിലും ഊർജ്ജസ്വലയായ ഇവർക്ക് സുഹൃത്ത് വലയങ്ങൾ തന്നെ ധാരാളം.
ഏകാന്തതയ്ക്ക് ആ ജീവിതത്തിൽ സ്ഥാനമില്ല. ഒഴിവു ദിവസങ്ങളിൽ ബാറിനുള്ളിൽ സ്ഥിരമായി ഒത്തുചേരുന്ന ദീർഘകാല സുഹൃത്തുക്കളുമുണ്ട് ഇവർക്ക്. ഇത്തരം സുഹൃത്തുക്കൾക്ക് തന്നെയാണ് ഈ വൃദ്ധയുടെ സമ്പാദ്യവും. ഏകദേശം 1/2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ നഗരം നെബ്രാസ്കയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് നയോബ്ര നദിക്കും മിസൗരി നദിക്കും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ആകെ 3 വീടുകളിൽ ഒരെണ്ണത്തിലാണ് ഏക താമസക്കാരിയായ എല്ലറുടെ വാസം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.